ധനുഷ് കുഴപ്പമില്ല, ബെസ്റ്റ് അല്ല എന്നാലും കുഴപ്പമില്ല. ഫുൾ വയലൻസ് ആണ്, പക്ഷേ എ റേറ്റിംഗ് കൊടുക്കണമൊന്നുമില്ല, ജസ്റ്റ് ബ്രൂട്ടലായിട്ടേ ഉള്ളൂ. ഡയറക്ഷൻ വൈസാണ് വന്ന കഥ വൈസ് എനിക്കറിയായിരുന്നു. ചിലപ്പോൾ നെഗറ്റീവ് വയലൻസ് ഉണ്ട്, അത് പറയല്ല. പക്ഷെ ഒരു സിനിമ എടുത്ത് ഇഷ്ടപ്പെട്ട ധനുഷിൻ്റെ ഡയറക്ഷനാണ്. നല്ല സ്ക്രിപ്റ്റോളം കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. വയലൻസ് ആണ്. നല്ല പടം കൊള്ളാം, കാണാം. കൊള്ളാം. ഇഷ്ടപ്പെടാം. കൊള്ളാം. നല്ല പടം. കൊള്ളാം. നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. നല്ലതാ. കൊള്ളാം. ധനുഷ് കുഴപ്പമില്ല, ബെസ്റ്റ് അല്ല എന്നാലും കുഴപ്പമില്ല. നല്ല സ്ക്രീൻ പ്ലേയും എല്ലാം ഉണ്ടായിരുന്നു. നൈസ് ആണല്ല. അടിപൊളി. ഇഷ്ടപ്പെട്ടു. ധനുഷിൻ്റെ ഒരു വ്യത്യസ്ത ഒരു ക്യാരക്ടർ. വയലൻസ് അല്ല, ഒരു സൂപ്പർ പടം. കുഴപ്പമില്ല, നല്ല സിനിമ. കുറച്ച് വയലൻസ് ഉള്ള പടം. സൂപ്പറാ, നല്ല പടമാണ്. കൊള്ളായിരുന്നു. കൊള്ളാം, നല്ല പടം. അത്രയ്ക്ക് കില്ലിനനുസരിച്ച്, പക്ഷേ ധനുഷിൻ്റെ മേക്കിംഗ് കൊള്ളാം. കുഴപ്പമില്ല, അത്ര തന്നെ, അത് തന്നെ. ധനുഷ് അടിപൊളി. അടിപൊളി ഫിലിമാണ്. സെക്കൻഡ് ഹാഫ് തൊട്ട് പൊളിയാണ്. ഇന്റർവൽ നൈസാണ്. ഫുൾ വയലൻസ് ആണ്, പക്ഷേ എ റേറ്റിംഗ് കൊടുക്കണമൊന്നുമില്ല, ജസ്റ്റ് ബ്രൂട്ടലായിട്ടേ ഉള്ളൂ, അത്ര ഉള്ളൂ. ധനുഷ് പൊളി ആക്ടിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് കിടില്ല സിനിമ, ഒന്നും പറയാനില്ല, പൊളി. സെക്കൻഡ് ഹാഫ് ഭയങ്കര വയലൻസ് ഫിലിമിൽ. കൊള്ളാം. ധനുഷ് സൂപ്പർ റോളും. ഫസ്റ്റ് ഹാഫിൽ മാത്രം കുറച്ച് ലാഗ് ഫീൽ ചെയ്യും, ബാക്കിയെല്ലാം സൂപ്പർ. കൊള്ളാം, നല്ല പടം. നല്ല പടമാണ്. പ്ലോട്ട് കുറച്ചും കൂടെ ശരിയാക്കാറുണ്ട്, പക്ഷേ ധനുഷിൻ്റെ ഡയറക്ഷൻ സൂപ്പറായിരുന്നു. ഞാൻ അത് കാണാൻ വന്നതാണ്. ഇല്ല, എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല. അല്ല, വയലൻസ് അത്ര വയലൻസ് ഒന്നും ഇല്ല, കണ്ടുകൊണ്ടിരിക്കാവുന്നതേ ഉള്ളൂ. ഇല്ല, എനിക്ക് നന്നായിട്ടിരുന്നു. ഞാൻ ഡയറക്ഷൻ വൈസാണ് വന്ന കഥ വൈസ് എനിക്കറിയായിരുന്നു. ചിലപ്പം സിനിമാറ്റോഗ്രഫി കാണാനാണ് ഞാൻ വന്നത്, അത് വെർത്തായിരുന്നു. എനിക്കിതിൽ ഡയറക്ടറായിട്ടായിരുന്നു കൊള്ളായിരുന്നു. ഇതിൽ ആക്ടറായിട്ടും കൊള്ളായിരുന്നു, പക്ഷേ ഡയറക്ഷൻ ആയിരുന്നു സൂപ്പർ. ഡയറക്ഷൻ അത്രയാണ് ഇഷ്ടപ്പെട്ടാലും പടത്തിൻ്റെ മേക്കിങ്ങും ഡയറക്ഷനും അതൊക്കെ തന്നെയാണ്. സ്റ്റോറി ക്ലീഷ സ്റ്റോറി തന്നെയാണ് എപ്പോഴും വരുന്നത്. ഇത്തിരി മാറ്റി പിടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് ക്ലൈമാക്സ്, പക്ഷേ അത് ഇത്തിരി കൂടെ മാറ്റി പിടിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ധനുഷിൻ്റെ വൺ മൻ ഷോ ആണ് അതിൽ ട്രൈ ചെയ്തിരിക്കണം. അത് ഇടയ്ക്കൊക്കെ ഒന്ന് വർക്കൗട്ട് ആവുന്നുണ്ട്, പക്ഷേ ഓക്കെ, കണ്ടോണ്ടിരിക്കാം. വൺ ടൈം വാച്ചബിൾ. വയലൻസ് അത്രയ്ക്ക് ഓവറല്ല. എനിക്ക് തോന്നുന്നു ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട അത്ര ഓവറൊന്നും ഇല്ല, വയലൻസ് അത്രയ്ക്കൊന്നും ഇല്ല, അതല്ലാതെയും വരാം, പക്ഷെ കണ്ടിരിക്കാം. കണ്ടതിൽ വെച്ച് ഏറ്റവും നമ്മളിപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് വയലൻസാണ്, എന്നാലും കുഴപ്പമില്ല. പടം നല്ല രസമുണ്ട്. ധനുഷിൻ്റെ ഒരു വെറൈറ്റി പടമാണ്. ധനുഷിൻ്റെ കൂടെ അഭിനയിച്ച സഹോദരിയുടെ അഭിനയിച്ചത് നല്ല റോളാണ്. നല്ലൊരു അനുഭവമാണ്, തിയേറ്റർ അനുഭവമാണ്. വയലൻസ് വേറെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയായിട്ടൊന്നുമില്ല, എന്നാലും വേറിട്ടൊരു കാഴ്ച തന്നെ. നല്ലൊരു അനുഭവം, സൂപ്പർ സിനിമ. നെഗറ്റീവ് വയലൻസ് ഉണ്ട്, അത് പറയല്ല. പക്ഷേ ഒരു സിനിമ എടുത്തിട്ട് നമ്മളിപ്പം ഒരിതല്ല, എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. വയലൻസ് നോക്കുമ്പോഴത്തേക്ക് പിന്നെ കില്ലിനേക്കാളും കൂടുതലായിട്ടുണ്ട്, പക്ഷേ നല്ല സൂപ്പർ സിനിമ.